ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ആഴ്ചയിലെ സെയിൽ വീഡിയോയാണിത്. കുറച്ച് പ്ലാന്റ്സൊക്കെ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് അറിയാനായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി. നമ്മൾ DTDC വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് അയക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് റോസ് പോളിയ പ്ലാന്റ്, നല്ല പിങ്ക് നിറത്തിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മളിത് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരൊന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. 80 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് ഈ ഒരു ഗ്രീൻ കളർ ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് ഉണ്ടാവും നമ്മൾ അയക്കുന്ന പ്ലാന്റിന്. 10 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് എക്സോറയുടെ 2 മിനിയേച്ചർ വെറൈറ്റിയാണ്. ആദ്യത്തേത് ഈ ഒരു പിങ്ക് ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ്. ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരിക. ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ലീഫോട് കൂടിയ പ്ലാന്റ് ആണ്. ഇത് രണ്ടും ഒരേ വെറൈറ്റി തന്നെയാണ്, മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇത് വൈറ്റ് കളറാണ്. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് ചെടിമുരിങ്ങയാണ്. ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെ അയക്കാൻ പറ്റും, കാരണം ജിഫി റൂട്ടഡ് ആയ പ്ലാന്റ് ആയതുകൊണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഒരു മോൺസ്ട്ര വെറൈറ്റി ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് സ്ലീപ്പിംഗ് പോത്തോസ് പ്ലാന്റ് ആണ്. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ആ ലീഫിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇതിന് ആ ഒരു പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ചൈനീസ് പെർഫ്യൂം പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ഒരു കസ്റ്റമർ അയച്ചു തന്ന വീഡിയോ ആണ്. നല്ല ഭംഗിയായിട്ട് ഈ പ്ലാന്റ് നിൽക്കുന്നുണ്ട്. ചെറിയൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്, എങ്കിൽ പോലും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് അടുത്തതായിട്ട് സെയിലിനുള്ളത്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുകളൊക്കെ ആയിട്ടുണ്ട്. ഒരുപാടൊന്നും വലുപ്പം വെക്കാതെ തന്നെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് 120 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഈ ഒരു സൈസ് ഉണ്ടാവും പ്ലാന്റിന്. ചില പ്ലാന്റ്സിലൊക്കെ മുട്ടകളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഓർക്കിഡ് റോസ് പ്ലാന്റ് ആണ്. മുള്ളുകളില്ലാത്ത റോസ് എന്നാണ് ഓർക്കിഡ് റോസ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് പൂക്കുകയും ചെയ്യും. റോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു വെറൈറ്റി റോസാണ് ഓർക്കിഡ് റോസ്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരുപാട് തൈകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 140 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് നീലക്കൊടുവേലയുടെ തൈകളാണ്. ഈ ഒരു കളറിലുള്ള പൂക്കളാണ് പ്ലാന്റിലുണ്ടാവുക. നല്ല ഭംഗിയുള്ള ഒരു നീല കളറാണ്. ഇതുപോലെ നിറയെ പൂക്കൾ തരികയും ചെയ്യും. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് നീലക്കൊടുവേലി. ഈ ഒരു പ്ലാന്റിന് നന്നായിട്ട് സൺലൈറ്റ് വേണ്ടതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളവും വേണം. എങ്കിൽ മാത്രമേ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നീലക്കൊടുവേലിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് മുന്തിരിയാണ്. മുന്തിരിയുടെ തൈകളാണ്. നമുക്കിവിടെ നമ്മുടെ കാലാവസ്ഥയിൽ നിറയെ കാ പിടിക്കുന്ന ഒരു ഇനമാണിത്. അപ്പോൾ ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് റോസിഡ പ്ലാന്റ് ആണ്. റോസിഡയുടെ 3 കളേഴ്സ് നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു റെഡ് കളറാണ്. നമ്മൾ മുൻപ് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ചില പ്ലാന്റ്സിലൊക്കെ പൂക്കളും അതുപോലെ തന്നെ മുട്ടുകളും ഒക്കെ ഉണ്ട്. ഈ ഒരു സൈസ് ഉണ്ടാവും പ്ലാന്റ്. നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ്. അടുത്തത് വരുന്നത് ഈ ഒരു പിങ്ക് കളർ പ്ലാന്റ് ആണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് പിങ്കിൻ്റെ പ്ലാന്റ്സ് സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ലാസ്റ്റ് കളർ വരുന്നത് യെല്ലോ കളറാണ്. യെല്ലോ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ സെയിലിന് കൊണ്ടുവരാറുണ്ട്. ഒരുപാട് പേര് വാങ്ങുന്ന ഒരു കളറ് യെല്ലോയാണ്. അപ്പോൾ നമുക്ക് ഈ 3 കളേഴ്സ് ഇപ്പോൾ സ്റ്റോക്കുണ്ട്. ആവശ്യമുള്ളൊരു വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ഇതിൻ്റെ റേറ്റ് വരിക 100 രൂപ വീതമാണ്
പ്ലാന്റിൻ്റെ റേറ്റ് വരിക. ഇനി കോംബോ ആയിട്ട് ആവശ്യമുള്ളവർ അങ്ങനെ ചോദിച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. കോംബോ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അടുത്ത പ്ലാന്റ് വരുന്നത് നാടൻ ക്രീപ്പർ റോസ് ആണ്. ഇതുപോലെ ബഞ്ചായിട്ട് പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ്. വള്ളി റോസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പടർത്തി വിട്ട് വളർത്താൻ പറ്റും. ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് വരിക. ഇപ്പോൾ ക്രീപ്പർ റോസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് ബോളറേലിയ പ്ലാന്റ് ആണ്. നമുക്ക് പോട്ടിലൊക്കെ വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ നല്ല ഷേപ്പിലൊക്കെ വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ബോർഡറിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ജെട്രോഫയുടെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. പൂക്കൾ ഇതുപോലെ തന്നെയായിരിക്കും. നോർമൽ ജെട്രോഫ പ്ലാന്റിൻ്റെ സെയിം പൂക്കൾ തന്നെയാണ്. ലീഫിൽ വേരിഗേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് പ്ലാന്റ് വരിക. ഈ ഒരു സൈസ് തന്നെയായിരിക്കും പ്ലാന്റ്. അപ്പോൾ ജെട്രോഫ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് കണിക്കൊന്നയുടെ പ്ലാന്റ്സ് ആണ്. കണിക്കൊന്നയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ ട്രൈ കളറാണ്. അപ്പോൾ ജിഫി റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇന്ന് ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരുന്ന ട്യൂസ്ഡേ നമ്മൾ ഒരു സെയിൽ വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതുകൂടി ഒന്ന് കാണുക. ഇതിലേതെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ DTDC വഴിയാണ് പ്ലാന്റ്സ് അയക്കുക. ഒന്നുകൂടി പറയുന്നു. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസൊക്കെ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നല്ല നല്ല പ്ലാന്റ്സ് ഇനിയും വരാനുണ്ട്. അതുപോലെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് 10 ദിവസത്തിനുള്ളിലാണ്, മാക്സിമം 10 ദിവസം അതിനുള്ളിലാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുക. പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് നമ്പർ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് നിങ്ങൾ പ്ലാന്റ് കൈപ്പറ്റുക. നശിച്ചു പോകാതെ പ്ലാന്റ് കൃത്യമായിട്ട് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നല്ല മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.